ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നൂൽ പൊറോട്ട. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയായാലും ചേർക്കാം, പക്ഷേ മൈദയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യ്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനവിടെ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഭയങ്കര തിക്കല്ല എന്നാൽ ഭയങ്കരമായിട്ട് ലൂസും അല്ല, ആ ഒരു ഇതിലാണുള്ളത്. നമുക്കിത് ചൂടാനുള്ള ഒരു തവ ചൂടാക്കിയെടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ തട്ടും ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായ തവയിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നെയ്യാക്കി കൊടുക്കാം. നെയ്യൊന്ന് ഒരു ബ്രഷ് കൊണ്ടൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് ആ ഭാഗത്ത് ഇതേപോലെ തന്നെ നെയ്യാക്കി കൊടുക്കണം. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഇതിപ്പോൾ ദോശ പോലെ തന്നെ ഉണ്ടാവുക, അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ നമ്മൾ ഒരു തവയിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ ബാറ്റർ മുഴുവനായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് ഒന്നുമല്ല, ഒരു 70-80% ഒക്കെയാണ്. കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് പൊറോട്ട ഒക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നൂൽ പൊറോട്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.